അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക ആ വാക്ക്. ഒരാളോട് മഹബത്ത് തോന്നിയാലാണ്, ഇഷ്ടം തോന്നിയാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന സമുദായം ഏതാണ്? മുസ്ലിം സമൂഹമാണ്. അത് നമ്മുടെ ന്യൂനതയാണോ? അല്ല, അത് നമ്മുടെ ശ്രേഷ്ഠതയാണ്. കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അതിലൂടെ അള്ളാഹു ധാരാളം ഖൈറുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ഫമൻ റദിയ, ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ ഫലഹുർ, അള്ളാഹു അയാളെ തൃപ്തിപ്പെടും. അതുകൊണ്ട് എന്തൊരു ഖദർ നമ്മുടെ ജീവിതത്തിൽ, എന്തൊരു മുസീബത്ത് വന്നാലും അത് അള്ളാഹുവിന്റെ ഖദറായി മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏത് അവസ്ഥയിലും ഏത് അവസരത്തിലും അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിന്റെ ഓരോ ഖലായിലും ഖദറിലും നീതിയുണ്ട്. അതുകൊണ്ടാണ് അദ്ലുൻ ഫിയ ഖദാക്, നിന്റെ എല്ലാ ഖലാകളും എന്റെ ലൈഫിൽ നീതിയാണ്. പടച്ചോനെ, ഞാൻ അർഹിക്കുന്ന ഒരു ഖലാ ആണ് നീ നൽകിയിട്ടുള്ളത്, അത് നീതിപൂർവമുള്ളതാണ്. റഹ്മാനായ റബ്ബിന്റെ ഖലാകളെല്ലാം നീതിയാണ്. വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, അള്ളാഹുവിന്റെ കലിമത്തൊക്കെ സത്യവും നീതി നിറഞ്ഞതുമാണ്. അപ്പൊ തൃപ്തിപ്പെടാൻ കഴിയണം. ഒരു രോഗം വന്നാൽ തൃപ്തിപ്പെടാൻ കഴിയണം. ദാരിദ്ര്യമുണ്ടോ? തൃപ്തിപ്പെടാൻ കഴിയണം. കച്ചവടത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി, തൃപ്തിപ്പെടാൻ കഴിയണം. കുടുംബത്തിൽ മരണമുണ്ടായി, തൃപ്തിപ്പെടാൻ കഴിയണം. അള്ളാഹുവിന്റെ ഖദറിനെ അംഗീകരിക്കാൻ കഴിയണം. എന്നാൽ ദേഷ്യം പിടിക്കുകയും പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലാഇനോട് തൃപ്തി കാണിക്കാതിരിക്കലാണ്.